ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി സ്റ്റോറിയാണ് കേട്ടോ. മനു അലീന തന്റെ മുറപ്പെണ്ണാണെന്ന് അറിഞ്ഞ കാര്യം അലീനയോട് തുറന്നു പറയുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ്. അങ്ങനെ മനുവിന് ഇൻഫോ പാർക്കിൽ ജോലി ലഭിക്കാന് അവന് വേണ്ടി അവന്റെ അമ്മ ആലോചിച്ച ആ പെൺകുട്ടിയുമായി വിവാഹത്തിന് നിർബന്ധിക്കുന്നുണ്ട് മനുവിനെ. അലീനയുമായിട്ട് അവൻക്ക് എന്തോ ഒരു അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ കമലം ഈ കാര്യം അവനോട് കൂടെ കൂടെ പറയുന്നുണ്ട്. എൻ്റെ അമ്മേ, ഇപ്പം ഞാൻ ഒരു വിവാഹത്തിനൊന്നും തയ്യാറല്ല. കുറച്ച് സമയം എനിക്ക് വേണം. അതേടാ, നിനക്ക് കുറച്ച് സമയം ഒന്നും വേണ്ട. അവളുടെ അച്ഛനുണ്ടല്ലോ, അവൾ നിൻ്റെ ഫ്രണ്ടല്ലേ. അവളുടെ അച്ഛന് അവൾക്കൊരു വിവാഹാലോചന കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അവർക്ക് 100% ഇഷ്ടമാണ്. പക്ഷെ നിൻ്റെ മറുപടി കിട്ടാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, അവളെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റൊരർത്ഥത്തിൽ ഞാൻ അവളെ കണ്ടിട്ടില്ല. അത് നീയാണോടാ തീരുമാനിക്കേണ്ടത്. അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. ഓ, അവൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റാൻ വേണ്ടി പറ്റുമോ? എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ്. എന്തായാലും ആ മനസ്സിലിരിക്കുന്നത് അങ്ങ് വാങ്ങി വെച്ചേക്ക്. നിന്റെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല. അത് അമ്മയാണോ തീരുമാനിക്കേണ്ടത്? ഞാൻ വിവാഹം കഴിക്കേണ്ടത് എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ, അല്ലാതെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് എന്തിനാ 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ വേർപിരിയാനോ? ഓ എൻ്റെ മനു, നീ ഇങ്ങനൊന്നും പറയണ്ട. നിനക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് തുറന്ന് പറ. പക്ഷേ നീ വിചാരിക്കുന്നത് ആരെയാണ് നിനക്ക് ഇഷ്ടമെന്ന് ആ അലീന അല്ലാതെ മറ്റാരെ പേര് പറഞ്ഞാലും എനിക്ക് സമ്മതമാണ്. ഓ, അപ്പോഴേക്കും അവളുടെ മേലെ കുറ്റട്ടോ. അമ്മയോട് ഞാൻ പറഞ്ഞോ അലീനെ എനിക്ക് ഇഷ്ടമാണെന്ന്? അമ്മ എന്തിനാ ഓരോന്ന് ഊഹിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്? എൻ്റെ മനു, നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. അതുകൊണ്ടാ എൻ്റെ അമ്മേ, എന്നെ വിട്ടേക്ക്, ഞാൻ പോട്ടെ ജോലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മനു പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെ കാണാനായിട്ട് അവിടെയും കയറുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് മനുവിനെ കണ്ട അലീനയുടെ മുഖം വിടരൻ. ആ മനുവേട്ട, ഇന്നെന്താ ജോലിക്കൊന്നും പോയില്ലേ? അതേ, പോകുന്ന വഴി ഇവിടെ ഒന്ന് കയറാമെന്ന് കരുതി. അങ്കിളും ആൻറ്റിയില്ലേ, ദേ അവരിപ്പം അങ്ങ് ഇറങ്ങിയുള്ളൂ. കയറ് മനുവേട്ടൻ, കാപ്പി കുടിച്ചോ? അതെ, അതൊക്കെ കുടിച്ചു. ഞാനിവിടെ ഒന്ന് കയറിയിട്ട് പോവെന്ന് കരുതി. എന്താ സുഖാണോ എന്ന് അലീനയോട് ചോദിക്കുമ്പോൾ അലീന അതേന്ന് തലയാട്ടുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തിയ മനു ചോദിക്കുന്നുണ്ട്, എന്താ സൗദാമിനിയമ്മേ, നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ. ഒന്ന് പോടാ, കളിയാക്കാതെ. നീ ഒരു പെൺകൊച്ചിനെ കൊണ്ടുവന്ന് തന്നില്ലേ, അവളാ എനിക്ക് ഇങ്ങനെയൊക്കെ മാറ്റം തന്നത്. ഓ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയതിലും സുന്ദരിയാണ്. ഇനി വേണമെങ്കിലും ഒരു വിവാഹം കഴിക്കാം. ഒന്ന് പോടാ അവിടുന്ന് എന്ന് പറഞ്ഞ് കയ്യിലുള്ള ബുക്കെടുത്ത് മനുവിനെ അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വിവാഹമല്ല, നിന്റെ വിവാഹമാണ് കാണേണ്ടത് ഈ മുത്തശ്ശിക്ക്. അതെ, അതിന് ഇനിയും ടൈമുണ്ടല്ലോ മുത്തശ്ശി. എവിടെ ടൈം? എൻ്റെ കണ്ണടക്കുന്ന മുമ്പേ നിന്റെ വിവാഹം ഒന്ന് കണ്ടു കഴിയണം. അത് മാത്രമുള്ളൂ എൻ്റെ ആഗ്രഹം. അയ്യോ മുത്തശ്ശി, അങ്ങനെ പറയണ്ട. എൻ്റെ വിവാഹവും എൻ്റെ മക്കളുടെ വിവാഹം ഒക്കെ കഴിഞ്ഞിട്ടേ മുത്തശ്ശി ലോകത്തു നിന്ന് പോവുള്ളൂ. അയ്യടാ, അവൻ്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ? എന്തായാലും നിന്റെ വിവാഹം എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം. ഓഹോ, അമ്മയുടെ വാശി തന്നെയാണല്ലോ മുത്തശ്ശിക്കും. ഞാനിപ്പോൾ ഒരു വിവാഹത്തിന് തയ്യാറല്ല. അതെന്താടാ, നിന്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടിയുണ്ടോ? എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അത് നിങ്ങളാരും അതിന് സമ്മതിക്കില്ലല്ലോ എന്ന് പറയാൻ അതാരാടാ? ഞങ്ങൾ സമ്മതിക്കാതെ നിന്റെ ഏത് ഇഷ്ടത്തിനാടാ എതിര് നിന്നിട്ടുള്ളത്? അത് പിന്നെ അതറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആരും സമ്മതിക്കില്ല. അങ്ങനെ മുത്തശ്ശി ചോദിക്കും, അതെ അലീനയാണോ? അപ്പോൾ മനു ഒന്നും പറയാതെ, ഞാൻ പോട്ടെ മുത്തശ്ശി, ഒരുപാട് ടൈമായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നതന്നെ കേട്ടോ. അങ്ങനെ അലീനയെ നോക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ അലീനയാവോ? അവളൊരു വേലക്കാരിയല്ലേ, അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്തവൾ. പക്ഷെ നല്ല കുടുംബത്തിൽ പിറന്നതാ. മനുവിന് നല്ല യോജിച്ച പെണ്ണാ. അവളേക്കാൾ മറ്റൊരു യോഗ്യതയുള്ള പെണ്ണിനെ അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത്രയും നല്ല പെൺകുട്ടിയാണ് അവൾ. പക്ഷേ ഒരിക്കലും ഇതിന് വൈജയന്തിയോ കമലയോ സമ്മതിക്കില്ല. എന്ത് ചെയ്യാനാണ്? ആഗ്രഹിക്കാനല്ലേ പറ്റൂ എന്നെല്ലാം ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു പോവാൻ നേരത്തെ അലീനയും തൻ്റെ ബാഗെടുത്ത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുക. ആഹാ, ഇതെവിടെ പോകുന്നത്? അത് പിന്നെ മേഡം എന്നോട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ ഇപ്പോൾ അലീനയാണോ അതൊക്കെ വാങ്ങിക്കാൻ പുറത്തു പോകുന്നത്? അങ്ങനെയല്ല, മുത്തശ്ശിയുടെ കുറച്ച് സാധനങ്ങളെല്ലാം തീർന്നു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു പുറത്തു പോയി വാങ്ങിക്കാം. എന്നാൽ കയറി, നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ വേണ്ട മനുവേട്ട, ഇവിടെ നിന്ന് ബസ് കിട്ടും. അയ്യോ, ഞാൻ ആ വഴിക്കല്ലേ പോകുന്നത്, ഇതിൽ കയറെന്ന് പറഞ്ഞ് കാറിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ പോവാ. അലീന, നിനക്കിവിടെ സുഖല്ലേ? നിന്റെ വൈജയന്തി മാഡം എന്ത് പറയുന്നു? അങ്ങനെ പോകുന്നു, ഇപ്പം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ആൾക്കാരുടെ മുമ്പിലെത്തുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ ഒന്ന് വണ്ടി നിർത്തുമോ? അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അലീന അവിടെ പള്ളിയിൽ കയറി മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അലീനയുടെ ഓരോ ചുവടുകളും നോക്കിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കാട്ടോ.
അവൾക്ക് ഇഷ്ടപ്പെട്ട അന്തരീക്ഷം എല്ലാം കൊണ്ട് ഓക്കെ, അവളോടൊന്ന് തുറന്ന് സംസാരിച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അലീനയോട് അപ്പോഴേക്കും അലീനയോട് മനു ഒരുപാട് കൂടുതൽ അടുത്തിട്ടുണ്ടാവും കേട്ടോ. മനുവിൻ്റെ മനസ്സിൽ അലീന ഇല്ലാതെ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരിക്കില്ല. അവൾ അത്രയ്ക്കങ്ങ് അവൻ സ്നേഹിക്കുന്നുണ്ടാവും. എന്നാൽ അവൾ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് കരുതുമെന്നറിയാതെ അവൾ ആ ഒരു കാര്യം, മനസ്സിലെ ഇഷ്ടം മനു ഇതുവരെ അലീനയോട് തുറന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തേക്ക് വരണ സമയത്ത് മനു അവളെ തന്നെ നോക്കാണ്. അലീന, എന്താ മനുവേട്ട? അത് പിന്നെ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അയ്യോ, മനുവേട്ടന് പോവേണ്ടതല്ലേ? ടൈം വൈകില്ല, ഇപ്പം തന്നെ ഒരുപാട് സമയമായില്ല. ഇല്ല, ഇതുപോലൊരു സമയവും സന്ദർഭവും സ്ഥലവും ഒത്തു കിട്ടണമെന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ മനുവേട്ട? വീട്ടിലെ അമ്മ എൻ്റെ വിവാഹകാര്യം ആലോചിക്കുന്നു. അമ്മയ്ക്കും എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്, എൻ്റെ സുഹൃത്ത് തന്നെയാണ്. പക്ഷെ അവൾ ഞാൻ ഇന്നേ വരെ അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ തന്നെയാണ്. അവളെ വിവാഹം കഴിക്കണമെന്നോ എൻ്റെ ഭാര്യയാക്കണമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. പിന്നെന്താ? എന്നാൽ അമ്മയോട് തുറന്ന് പറഞ്ഞൂടെ? എവിടെ അമ്മ അത് കേൾക്കേണ്ടേ? പക്ഷേ എൻ്റെ മനസ്സിൽ ഇണങ്ങിയ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ അമ്മയാണെങ്കിലും അംഗീകരിക്കില്ല. അതാരാ? മനുവേട്ടന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി. അമ്മയോടും അല്ലെങ്കിൽ ഇവിടുത്തെ സാറിനോടൊക്കെ സംസാരിച്ചാൽ ഒരുപക്ഷെ അവർ സമ്മതിക്കാതിരിക്കോ? അങ്ങനെ സമ്മതിക്കാതിരിക്കും. പക്ഷേ ആ പെൺകുട്ടി ആരാണെന്ന് അലീനക്ക് അറിയണ്ടേ? ആരാ? ഞാൻ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അലീന കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവൾ ഇവിടെ തന്നെയുണ്ട്. എന്നാ എന്നെ കാണിക്കെന്ന് പറയുന്നു, വാ എന്ന് പറഞ്ഞ് അലീനയുടെ കൈ പിടിച്ചു പോകുന്നുണ്ട് കേട്ടോ. കുറച്ചപ്പുറത്തായിട്ട് ഒരു കണ്ണാടിച്ചില്ലുണ്ടാവും. അങ്ങനെ പള്ളിയുടെ ജനഭിത്തിയിലുള്ള ഒരു കണ്ണാടിച്ചില്ലായിരിക്കും കേട്ടോ. അതിനെ നേർക്ക് നിർത്തിയിട്ട് അലീനയെ നിർത്തിയിട്ട് മനു പറയും, ദേ അവളെയാ ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ മനസ്സിലിണങ്ങിയ പെൺകുട്ടി അവളെയാ. അന്ന് എന്നോട് മുത്തശ്ശി പറഞ്ഞു, നിനക്ക് ഒരു പെണ്ണിനെ വിവാഹം ആലോചിക്കണമെങ്കിൽ അലീനയെ പോലെ മറ്റൊരു പെണ്ണ് നിനക്ക് ചേർച്ചയില്ല എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അലീനയുടെ ആ ഒരു കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അലീന ആകെ വാപ്പൊളിച്ച് നിൽക്കട്ടെ. മനുവേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. അതെ, എന്താ? എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പാടില്ലേ? നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ലേ? അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവളിങ്ങനെ വാപ്പൊത്തി കരയുന്നുണ്ട്. എന്തിനാ നീ കരയുന്നത്? അത് പിന്നെ ഞാൻ എന്ന് വീണ്ടും അവൾ പറയാണ്. നീ ഒരു വേലക്കാരിയാണോ, സെർവൻ്റാണോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണോ? എന്നാൽ നീ അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്കും നിനക്കും അറിയാം. ഇത് കേട്ടതും അവൾ നെട്ടലോട് കൂടെ അവരെ നോക്കുന്നുണ്ട്. ഒന്നും നീ എന്നിൽ നിന്ന് മറക്കാൻ നോക്കേണ്ട. എൻ്റെ മുത്തശ്ശനുണ്ടല്ലോ, കുഞ്ഞിരാമൻ സാർ, അവരുണ്ടല്ലോ, എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നതിൻ്റെ തൊട്ട് ദിവസം മുമ്പേ. അങ്ങനെ മനു ആ കാര്യം ഓർക്കാട്ടോ. മനു മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, അല്ല ആ സ്ത്രീ ആരാണ്? ഇത്രയും ദൂരം മുത്തശ്ശനെ വന്ന് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ചാരിറ്റി പ്രവർത്തനം മാത്രമല്ല. സത്യം പറ മുത്തശ്ശ, അത് ആരാണ്? അത് പിന്നെ നമുക്ക് നാളെ പോവണം. അങ്ങനെ മനുവിനെയും കൂട്ടി പോയി അലീനെ കാണുന്ന രംഗങ്ങളൊക്കെ നമ്മളെല്ലാവരും എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആ വരുന്ന വഴിയിലും വീണ്ടും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ടെങ്കിലും മനു, അത് നീ അറിയാനായിട്ടില്ല. സമയമാവുമ്പോൾ ഞാൻ നിന്നോടെല്ലാം പറയാം. അപ്പോഴാണ് മുത്തശ്ശന് വീണ്ടും അസുഖം കൂടുന്നത്. മുത്തശ്ശൻ അരികിൽ തന്നെ മനു ഉണ്ട്. മനുവിനോട് കഥ കടക്കാൻ പറയുന്നുണ്ട്. മനു, നീ അവിടെ ഇരിക്ക്. എനിക്ക് നിന്നോട് വലിയ രഹസ്യം പറയണം. പക്ഷേ ഈ രഹസ്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ മരിക്കുന്നതോട് കൂടെ ആ രഹസ്യം ഇല്ലാതാവും. അതുകൊണ്ട് നീ അറിയണം. എന്താ മുത്തശ്ശ, എന്താ കാര്യം? നമ്മളന്ന് തിരുവനന്തപുരത്ത് പോയില്ലേ? ആ പെൺകുച്ച് എൻ്റെ എൻ്റെ പേരക്കുട്ടിയാ, നിന്റെ മുറപ്പെണ്ണ. എന്താ മുത്തശ്ശ ഈ പറയുന്നത്? അതെ, വൈജയന്തി ആൻറ്റിയുടെ മകളാണവൾ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, അവൾക്ക് അങ്ങനെയൊരു ചരിത്രമുണ്ട്. വിവാഹത്തിന് മുമ്പേ ഒരു ക്രിസ്ത്യാനി ചെറുക്കനുമായിട്ട് അവൾ പ്രണയത്തിലായിരുന്നു. അവർ രണ്ടുപേരും കൂടെ മറ്റൊരു സ്ഥലത്ത് സ്കൂൾ ടീച്ചറായി അവൾ വർക്ക് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരുന്നു താമസം. വിവാഹം രജിസ്റ്റർ ചെയ്യാനോ ഒക്കെ ഇരുന്നതാ. പക്ഷേ അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വീട്ടിലായതുകൊണ്ട് തന്നെ അതിന് നടന്നില്ല. അവൾ പൂർണ്ണ ഗർഭിണിയായപ്പോൾ അവൻ ഇട്ടേച്ചു പോയി. പിന്നെ അവനെക്കുറിച്ച് യാതൊരു വിവരമില്ല. അന്ന് ഞാനും ശിവനും കൂടെ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവന്നു. ഒരു ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ചു. അവൾക്ക് പ്രസവവേദന കൊണ്ട് അവൾ പുളയുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഡോക്ടർമാരുടെ നഴ്സുമാരുടെ സഹായത്തോടു കൂടെ ആ കുഞ്ഞിനെ ഞങ്ങൾ ഒരു ഓർഫനേജിലാക്കി. വൈജയന്തി ഉണർന്നപ്പോൾ ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞു. അന്ന് അവൾ ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാരണം അവളുടെ കുഞ്ഞിനെ കാണാനില്ല. ഒരു നോക്ക് കാണാൻ വേണ്ടി അവൾ ഒരുപാട് കരഞ്ഞു. പക്ഷേ ആ കുഞ്ഞ് മരിച്ചുപോയെന്നും ആ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ മറക്കാൻ നിനക്കാവില്ലെന്ന് പറഞ്ഞ് ഞാനും ശിവനും അവളെ പറഞ്ഞു തിരുത്തി. അങ്ങനെ അവളുടെ മനസ്സ് കല്ലാക്കിയതാണ്. പിന്നെ ബാലചന്ദ്രനുമായിട്ട് അവളുടെ വിവാഹം നടന്നത്. ഈ കഥക്കെ അവൾ മറന്നുപോയി. ഇപ്പം അവൾക്ക് കുടുംബമുണ്ട്, 3 മക്കളുണ്ട്.
അവളും അവനും സന്തോഷത്തോടെ ജീവിക്കട്ടെ. പക്ഷേ ഈ കാര്യം നിന്റെ മനസ്സിലുണ്ടാവണം. എപ്പോഴും അവൾ നിന്റെ കൺമുമ്പിൽ ഉണ്ടാവണം. അവൾക്ക് നീ ഒരു താങ്ങും തണലും ആവണം. പറ്റുമെങ്കിൽ നീ അവൾക്ക് നല്ലൊരു ജോലി സംഘടിപ്പിച്ച് കൊടുക്കണം. അവൾ നല്ലൊരു കുട്ടിയാണ്, നിനക്ക് കണ്ടപ്പം മനസ്സിലായല്ലോ. നിന്റെ അമ്മ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കണമെന്ന് വരെ ഞാൻ പറയും. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതാ. എൻ്റെ മനുവിന് ചേർന്ന പെണ്ണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതാ. പക്ഷേ നിന്റെ ഇഷ്ടോ ഒന്നും നോക്കാതെയാ ഞാൻ എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞത്. അതിലൊന്നും കാര്യമില്ല. പക്ഷെ ഈ രഹസ്യം നീ സൂക്ഷിക്കണം. ഒരിക്കലും ഇത് മറ്റുള്ളവരറിയില്ല. മുത്തശ്ശിക്ക് പോലും, നിന്റെ മുത്തശ്ശിക്കും ഈ കാര്യം അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞതല്ല മനു ഓർത്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നെട്ടിത്തരിച്ച് അലിയെ നിൽക്കുക. അപ്പോൾ മനുവേട്ടനെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഇത്രയും ദിവസം? അതെ, എനിക്കറിയാം. ആ ഒരു ഓർമ്മയിൽ തന്നെ ഞാൻ ഈ കാര്യം പുറത്ത് പറഞ്ഞാൽ അവരെല്ലാവരും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. പക്ഷേ അലീനക്കൊരു അനാഥയാണെന്നോ നീ ഒരു വേലക്കാരിയാണെന്നൊരു തോന്നലുണ്ടല്ലോ, അത് വേണ്ട. ഈ മനുവിൻ്റെ മുറപ്പെണ്ണ് തന്നെയാണ് നീ. ഇനി എന്ത് പ്രതിസന്ധിയിലും ഞാൻ നിന്നെ കൈവിടില്ല. എനിക്കറിയാം നീ എൻ്റെ മുറപ്പെണ്ണാണെന്ന്. ഇനിയിപ്പോൾ നീ എൻ്റെ മുറപ്പെണ്ണല്ലെങ്കിലും അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്ത ഒരു പെണ്ണാണെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ നിന്നോട് ഇഷ്ടം തോന്നിയെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ കൈവിടില്ല. അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. നിന്റെ നന്മ നിറഞ്ഞ നിന്റെ മനസ്സിനെ നിന്നെ എനിക്കങ്ങനെ കൈവിടാനാവില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന കരച്ചിലോടെ ആ പള്ളിമുറ്റത്ത് വെച്ച് മനുവിൻ്റെ നെഞ്ചിലേക്ക് ചായാണ്. എല്ലാ സങ്കടങ്ങളും കരഞ്ഞു തീർക്കുന്നുണ്ട്. മനുവേട്ട, ഒരിക്കലും അർഹതയില്ല എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി, ഒരിക്കലും. പക്ഷേ എൻ്റെ അച്ഛനെ എനിക്ക് കണ്ടെത്തണം. എൻ്റെ അച്ഛനും അമ്മയ്ക്കിടയിൽ സംഭവിച്ച ആ കാര്യങ്ങൾ അറിയണം. അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ആരുടെയും ജീവിതം തകർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനുവിനോട് അവൾ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും അലീന തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. അതിനിടയിൽ ബാലചന്ദ്രനും സത്യം അറിഞ്ഞതോടുകൂടെ പിന്നെ അലീനയുടെ ഫുൾ സപ്പോർട്ട് ബാലചന്ദ്രനുണ്ട്. വൈജയന്തിയുടെ പൂർണ്ണ കാമുകനെ തേടി ബാലചന്ദ്രൻ തിരിയുന്നത് കൊണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി എപ്പിസോഡിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ.